കേരളത്തിലെ തിരുവനന്തപുരം മുതൽ അതുപോലെ തന്നെ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു രൂപത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതേപോലെ ഖുർആൻ പഠിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ വളരെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിട്ടുള്ള പഠിതാക്കളാണ്. നിങ്ങളെപ്പോലെ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ ഓൺലൈനും അതുപോലെ തന്നെ മൊബൈലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ദുനിയാവിലെ പരലോകത്തെ ഒരു ഉപകാരവുമില്ലാത്ത സംഗതികളിൽ എത്രയോ സമയം ചിലവഴിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും റീൽസിലും ഷോർട്സിലുമൊക്കെ എത്രയോ സമയം ചിലവഴിക്കുന്നുണ്ട്. അതവർക്ക് പരലോകത്ത് നഷ്ടമാണ്. എന്നാൽ എൻ്റെ മുന്നിലിരിക്കുന്ന അൽബയാനിൻ്റെ പഠിതാക്കളായ നിങ്ങൾ എത്രയോ ഭാഗ്യം സിദ്ധിച്ചവരാണ്. നിങ്ങൾ ഈ ഓൺലൈനും നെറ്റും സംവിധാനവും സ്മാർട്ട് ഫോണും ഒക്കെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ ഉപയോഗിക്കുന്നത് എന്ന് അറിയുമ്പോൾ സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾ വളരെയധികം ഭാഗ്യം ലഭിച്ച ആളുകളാണ്. സഹാബാക്കൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്ന് ഖുർആൻ പഠിക്കുമ്പോൾ അവരിൽ ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അതേപോലെ തന്നെ വൃദ്ധരായ ആളുകൾ, യുവാക്കൾ, അതുപോലെ തന്നെ സ്ത്രീകൾ, യുവതികൾ, അങ്ങനെ വ്യത്യസ്ത പ്രായങ്ങളിലുള്ള ആളുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ അൽബയാനിലും കുട്ടികൾ മുതൽ, ചെറിയ കുട്ടികൾ മുതൽ 80ഉം 90ഉം ഒക്കെ വയസ്സായ ആളുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനുഗ്രഹം നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്.